ഹായ് എവ്രിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ന്യൂറോപ്ലാസ്റ്റിസിറ്റിയാണ്. ഈ പേര് കേട്ട് നിങ്ങളാരും പേടിക്കണ്ട. നമ്മൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ എല്ലാം പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഒരു അവയർനെസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്ന് വിചാരിച്ചത് കൊണ്ടാണ് ഞാൻ ഈ ഒരു സീരീസിൽ ഈ ഒരു ടോപ്പിക്ക് കൂടി ഉൾപ്പെടുത്താനുള്ള കാരണം. മാത്രമല്ല, കഴിഞ്ഞ 1-2 വീഡിയോസിൻ്റെ കമൻറ്റ് ബോക്സിൽ 1-2 പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് കുറേ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസുകളൊക്കെ ചെയ്തിട്ടും റിസൾട്ടൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് ലോ ഓഫ് അട്രാക്ഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോയാൽ മതിയെന്ന്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. നമ്മൾ പുതിയൊരു കാര്യം തുടങ്ങുന്ന സമയത്ത് അതൊരു ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ് ആയിക്കോട്ടെ, തുടങ്ങുന്ന സമയത്ത് നമ്മളോട് അഡ്വൈസ് ചെയ്യുന്നത് 21 ഡേയ്സ് നമ്മൾ ഈ കാര്യം പ്രാക്ടീസ് ചെയ്യണം എന്നാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഈ 21 ഡേയ്സ് സമയം ആവശ്യപ്പെടുന്നത് എന്ന്? ഈ പുതിയ ഹാബിറ്റിനെ നമ്മുടെ ബ്രെയിൻ സ്വീകരിക്കാൻ വേണ്ടിവരുന്ന മിനിമം സമയമാണ് ഈ 21 ഡേയ്സ്. ന്യൂറോ സയൻസ് പറയുന്നത് നമ്മുടെ ബ്രെയിൻ ഒരു ഫ്ലൂയിഡിൻ്റെ സ്വഭാവമുള്ള വസ്തുവാണ്. അതിനെ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രാക്ടീസിലൂടെ നമുക്ക് വേണ്ട രീതിയിലേക്ക് ട്രെയിനിങ്ങിലൂടെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഇതിനെയാണ് പറയുന്നത് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന്. നമ്മൾക്ക് എല്ലാവർക്കും മാറ്റിയെടുക്കാൻ ആഗ്രഹിക്കുന്ന പല ശീലങ്ങളുണ്ടായിരിക്കും, അല്ലേ? ചില ആളുകൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന ആളുകളായിരിക്കും. അവർക്ക് ആ പ്രകൃതം മാറ്റിയെടുക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവാം. ചില ആളുകൾക്ക് എല്ലാ ദിവസവും രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കണം എന്നുള്ള ഒരു ശീലം ഉണ്ടാക്കിയെടുക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. ചില ആളുകൾ യാതൊരു കാരണവുമില്ലാതെ എപ്പോഴും വിഷമിച്ചിരിക്കുന്ന ആളുകളായിരിക്കും. അവരെ സംബന്ധിച്ച് അവർക്ക് ആ അവസ്ഥയെ മറികടക്കാനായിരിക്കാം. എങ്ങനെയായിരിക്കും നമുക്ക് ഈ വക കാര്യങ്ങളിലെല്ലാം ഒരു മാറ്റം സാധ്യമാവുന്നത്? ഈ ഒരു വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അത് നമ്മൾ തന്നെ കണ്ടെത്തേണ്ട ഒരു കാര്യമാണ്. ഇപ്പോഴുള്ള ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എങ്ങനെ എത്തിച്ചേർന്നു എന്ന് നമ്മൾ തന്നെ ആദ്യം മനസ്സിലാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ പഴയ കാലം നമ്മുടെ ഇപ്പോഴുള്ള അവസ്ഥയ്ക്ക് ഒരു കാരണം തന്നെയായിരിക്കാം പലപ്പോഴും. നമ്മൾ നമ്മുടെ ലൈഫിൽ നിരന്തരം കേട്ടിട്ടുള്ളതും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതുമായ എല്ലാ കാര്യങ്ങളും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരു പ്രോഗ്രാമായി രജിസ്റ്റർ ചെയ്യപ്പെടും. അന്ന് നമ്മൾ പ്രവർത്തിച്ചിട്ടുള്ളതെല്ലാം അന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഭവങ്ങളുടെയും അറിവുകളുടെയും അടിസ്ഥാനത്തിലായിരിക്കാം. പിന്നീട് ഉപബോധ മനസ്സിൽ അത് രജിസ്റ്റർ ആവുന്നതോടുകൂടി ഓട്ടോ പൈലറ്റ് മോഡിൽ അത് നമ്മളിൽ സംഭവിക്കുന്നു. അതായത് നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ പുതിയൊരു കാര്യത്തെ ആദ്യമായി കൊണ്ടുവരുമ്പോൾ നമ്മുടെ ബ്രെയിൻ അതിനെ സ്വീകരിക്കുന്നത് പുതിയൊരു പ്രോഗ്രാം അല്ലെങ്കിൽ പാറ്റേൺ ആയിട്ടായിരിക്കും. ഉദാഹരണത്തിന്, ഒരു വ്യക്തി രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് വിചാരിക്കുക. ആദ്യത്തെ ദിവസം ആ വ്യക്തി ഉണരുന്ന സമയത്ത് ആ ഹാബിറ്റിനെ ബ്രെയിൻ സ്വീകരിക്കുന്നത് പുതിയൊരു പ്രോഗ്രാമായിട്ടായിരിക്കും. രണ്ടാമത്തെ ദിവസവും 3-ാമത്തെ ദിവസവും ആ വ്യക്തി ഇതേ കാര്യം ആവർത്തിക്കുമ്പോഴും നമ്മുടെ ബ്രെയിൻ അതിനെ സ്വീകരിക്കുന്നത് പുതിയ പുതിയ പ്രോഗ്രാമുകളായിട്ടായിരിക്കും. ഈ സമയം നമ്മുടെ തലച്ചോറിൽ അതിനാവശ്യമായിട്ടുള്ള കെമിക്കൽസും അതിനു വേണ്ട ന്യൂറോണുകളുടെ പ്രവർത്തനവും നടക്കുന്നുണ്ടായിരിക്കും. ഇതേ കാര്യം നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ ഈ കാര്യങ്ങൾ എന്നും ആവശ്യമുള്ളതാണ് എന്നൊരു തോന്നൽ നമ്മുടെ തലച്ചോറിനകത്ത് രൂപപ്പെടുകയും നിരന്തരം ചെയ്യുന്ന കാര്യങ്ങളെ ഒരു ഓട്ടോമാറ്റിക് പ്രോഗ്രാമായി സ്റ്റോർ ചെയ്യപ്പെടുകയും ചെയ്യും. ഇങ്ങനെയൊരു പ്രോഗ്രാം നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ എപ്പോഴൊക്കെയാണോ നമ്മൾ ആ ആക്ഷൻ ചെയ്തുകൊണ്ടിരുന്നത്, ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ കാര്യങ്ങൾ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങും. ഉദാഹരണത്തിന്, 4 മണിക്ക് എഴുന്നേൽക്കേണ്ട ഒരു വ്യക്തി നിരന്തരം ആ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അയാളുടെ ബ്രെയിനിൽ അത് സ്റ്റോർ ചെയ്യപ്പെടുകയും എല്ലാ ദിവസവും 4 മണിയാകുമ്പോൾ ആ ഓട്ടോമാറ്റിക് പ്രോഗ്രാം എക്സിക്യൂട്ട് ആവുകയും ചെയ്യും. അതിന് മറ്റൊരു ഉദാഹരണം കൂടി പറയാം. നമുക്ക് ചിലപ്പോഴൊക്കെ നമ്മുടെ ഓഫീസിൽ ചില റൂട്ടീൻ ജോലികൾ കിട്ടാറുണ്ട്, അല്ലേ? ആദ്യമായിട്ട് ആ കാര്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് സമയം അതിൽ സ്പെൻഡ് ചെയ്യാറുണ്ട്. രണ്ടാമത് ചെയ്യുമ്പോൾ നമുക്ക് ആ കാര്യത്തിൽ കുറച്ചുകൂടി ക്ലാരിറ്റി വരും. 3-ാമതും 4-ാമതും ചെയ്യുമ്പോൾ നമ്മൾ ആ കാര്യത്തിൽ കുറച്ചുകൂടി എക്സ്പീരിയൻസ് നേടുകയാണ് ചെയ്യാറുള്ളത്, അല്ലേ? നിരന്തരം ഇങ്ങനെ ഒരു ടാസ്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ നമ്മൾ അതിനെ ഓട്ടോമേറ്റ് ചെയ്ത് വയ്ക്കാറുണ്ട്, കുറച്ചുകൂടി ഈസിയായി എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ. നമ്മുടെ ബ്രെയിനിലും ഇതേ രീതിയിലുള്ള ആക്ഷൻസ് തന്നെയാണ് നടക്കുന്നത്. ഇങ്ങനെയൊരു ഓട്ടോമാറ്റിക് പാറ്റേൺ അല്ലെങ്കിൽ പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ അനുവാദമില്ലാതെ ആ കാര്യം സമയാസമയം സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെയാണ് നമ്മളിൽ ഒരു ശീലം ഉണ്ടാവുന്നത്.
ഇങ്ങനെ രൂപപ്പെടുന്ന പുതിയ പുതിയ ന്യൂറോണുകളെയാണ് ന്യൂറൽ പാത്വേസ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുള്ളത്, നമ്മൾ ഇഷ്ടപ്പെട്ട് ഫീലിങ്സോട് കൂടി ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ പുതിയൊരു പ്രോഗ്രാമുകളായി ബ്രെയിൻ അക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ. അല്ലാത്ത എല്ലാ കാര്യങ്ങളെയും ബ്രെയിൻ റിജക്റ്റ് ചെയ്യും. ഉദാഹരണത്തിന് 4 മണിക്ക് എഴുന്നേൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി സ്വന്തം താല്പര്യമില്ലാതെ യാന്ത്രികമായി എല്ലാ ദിവസവും രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കുന്നു എന്ന് വയ്ക്കുക. ആ വ്യക്തി ഇഷ്ടപ്പെടാതെ അങ്ങനെ ഒരു ആക്ഷൻ ചെയ്യുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബ്രെയിനിൽ പുതിയ ന്യൂറൽ പാത്വേസ് ക്രിയേറ്റ് ചെയ്യപ്പെടില്ല. കാരണം അദ്ദേഹം ഇഷ്ടപ്പെടാതെ ചെയ്യുന്ന ഓരോ ആക്ഷൻസിനെയും ബ്രെയിൻ റിജക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ സ്വന്തം പ്രേരണ കൂടാതെ ഒരു വ്യക്തി ചെയ്യുന്ന ആക്ഷൻസിനെ എല്ലാം നിരന്തരം ബ്രെയിൻ റിജക്റ്റ് ചെയ്യപ്പെടുമ്പോൾ 21 ദിവസമല്ല 100 ദിവസം അതേ ആക്ഷൻ റിപ്പീറ്റ് ചെയ്യപ്പെട്ടാലും നമ്മുടെ ബ്രെയിനിൽ പുതിയ ന്യൂറൽ പാത്വേസ് ക്രിയേറ്റ് ചെയ്യപ്പെടില്ല. എപ്പോഴാണോ ഈ പറഞ്ഞ വ്യക്തി റിപ്പീറ്റഡ് ആക്ഷൻസ് സ്റ്റോപ്പ് ചെയ്യുന്നത്, അതേ നിമിഷം തന്നെ ആ വ്യക്തിയുടെ പഴയ ഹാബിറ്റിലേക്ക് വീണ്ടും തിരിച്ചു പോകും. ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളൊരു കാര്യത്തെ റിപ്പീറ്റായി ചെയ്യുന്നത് കൊണ്ട് നമുക്ക് യാതൊരു വിധത്തിലുള്ള റിസൾട്ടും കിട്ടില്ല. നമ്മൾ ആ കാര്യത്തിനെ ഇഷ്ടപ്പെട്ട് ചെയ്യണം എന്നുള്ളതാണ്. ഇഷ്ടപ്പെട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ബോഡിയെ കൺവിൻസ് ചെയ്യിപ്പിക്കണം. രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കുന്നത് കൊണ്ട് എന്തെല്ലാം ബെനിഫിറ്റുകൾ എനിക്കുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ആ വ്യക്തി തന്നെ അവെയർ ആയിരിക്കണം. അതിലൂടെ ആ വ്യക്തിക്ക് ലഭിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ച് ആ വ്യക്തിയെ തന്നെ നിരന്തരം പറഞ്ഞ് പഠിപ്പിക്കണം. രാവിലെ എഴുന്നേറ്റ് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ലോങ് ടൈമിൽ നമുക്ക് അത് ബെനിഫിറ്റ് ആയിരിക്കുമെന്ന് നമ്മളെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കണം. ഉദാഹരണത്തിന് ബോഡി വെയ്റ്റ് കുറയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് നിരന്തരം രാവിലെ എഴുന്നേറ്റ് എക്സസൈസ് ചെയ്യുന്നതിന് ഒരു മോട്ടിവേഷൻ ലഭിക്കുന്നതിനായിട്ട് സമാനമായിട്ടുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടുള്ള മറ്റ് വ്യക്തികളുടെ കഥകൾ കേൾക്കുന്നതിലൂടെ അദ്ദേഹത്തിന് തന്നെ അദ്ദേഹത്തിൻ്റെ ബോഡിയെ അല്ലെങ്കിൽ മനസ്സിനെ കൺവിൻസ് ചെയ്യിപ്പിക്കാവുന്നതാണ്. ഇങ്ങനെ നമ്മൾ നിരന്തരം ആക്ഷൻസ് എടുക്കുകയും നമ്മളെ തന്നെ മോട്ടിവേറ്റഡ് ആക്കി വയ്ക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിനിൻ്റെ ന്യൂറോപ്ലാസ്റ്റിസിറ്റി നമുക്ക് വേണ്ടി പുതിയ ആക്ഷൻസിനെ സ്വീകരിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ ടെക്നിക്കൽ ടേമുകളൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.